എല്ലാവർക്കും LSSൻ്റെ EVS ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 4ാമത്തെ യൂണിറ്റിൽ നിന്നും ചോദിക്കാവുന്ന ചോദ്യങ്ങളെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക. ഓക്കെ, ആദ്യത്തെ ചോദ്യം എന്താണ്? പറക്കാൻ കഴിയാത്ത പക്ഷികളേവ? പറക്കാൻ കഴിയാത്ത പക്ഷികൾ ഏതൊക്കെയാണ്? ഒട്ടകപ്പക്ഷി, പെൻഗിൻ, കിവി, എമു എന്നീ പക്ഷികൾക്ക് എന്താണ്? പറക്കാൻ കഴിയില്ല. രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഏറ്റവും വലിയ പക്ഷിക്കൂട് നിർമ്മിക്കുന്ന പക്ഷി. ഏറ്റവും വലിയ പക്ഷിക്കൂട് നിർമ്മിക്കുന്ന പക്ഷി ഏതാണ്? വീവർ പക്ഷി. അത് എവിടെയാണ് കാണപ്പെടുന്നത്? ദക്ഷിണാഫ്രിക്കയിലാണ് വീവർ പക്ഷിയൊക്കെ കാണപ്പെടുന്നത്. പക്ഷികൾ ദേശാടനം നടത്തുന്നത് എന്തിനാണ്? ദേശാടനം നടത്തുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേശാടനം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൂരേക്കില്ലേ, വേറെ ദേശത്തേക്ക് പറന്നു പോകൂലേ, അതെന്തിനാണ്? ഭക്ഷണം, പ്രജനനം, പ്രതികൂല കാലാവസ്ഥയിൽ നിന്നും രക്ഷ നേടൽ എന്നിവയ്ക്കായിട്ടാണ് പക്ഷികൾ ദേശാടനം നടത്തുന്നത്. ഭക്ഷണം തേടി പോകും. അതുപോലെ എന്താണ്? കുഞ്ഞുങ്ങളെ വളർത്താനും പ്രസവിക്കാനും അത് മുട്ടയിട്ട് വളർത്താനൊക്കെ വേണ്ടിയിട്ട് പക്ഷികൾ എന്ത് ചെയ്യും? ദേശാടനം നടത്തും. പിന്നെ ചൂട്, മഴ എന്നിങ്ങനെയുള്ള കാലാവസ്ഥയിൽ നിന്നും രക്ഷ നേടാനും വേണ്ടിയിട്ട് പക്ഷികൾ ദേശാടനം നടത്തും. നാലാമത്തെ ചോദ്യം, ദേശാടന പക്ഷികളുടെ പേരെഴുതുക. ദേശാടന പക്ഷികൾ ഏതൊക്കെയാണ്? ആർട്ടിക് ടേൺ, നാഗമോഹൻ, വാൽകുലുക്കി പക്ഷികൾ, മണൽപ്പുള്ളുകൾ, മഞ്ഞക്കിളി എന്നിവയാണ് ദേശാടന പക്ഷികൾ. അഞ്ചാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്ന പക്ഷി ഏതാണ്? ആർട്ടിക് ടേൺ ആണ് ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്നത്. ഇനി ആറാമത്തെ ചോദ്യം, ആർട്ടിക് ടേൺ ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്ന പക്ഷിയാണല്ലേ ആർട്ടിക് ടേൺ. ആർട്ടിക് ടേൺ ദേശാടനം നടത്തുമ്പോൾ വഴി അറിയുന്നത് എങ്ങനെയാണ്? ഒരുപാട് ദൂരം ദേശാടനം നടത്തുമ്പോൾ അതിനെങ്ങനെയാണ് വഴി അറിയുന്നത്? പകൽ സൂര്യനെയും രാത്രി നക്ഷത്രക്കൂട്ടങ്ങളെയും നോക്കി ദിശ കണ്ടെത്തുകയാണ് ആര് ചെയ്യുന്നത്? ആർട്ടിക് ടേൺ എന്ന പക്ഷി ദേശാടനം നടത്തുമ്പോൾ വഴി അറിയാൻ വേണ്ടി ചെയ്യുന്ന കാര്യം. തേൻകുരുവിക്ക് ആഹാര സമ്പാദനത്തിനായി സഹായിക്കുന്ന ശാരീരിക പ്രത്യേകത എന്താണ്? തേൻകുരുവിയിലെ അതിന് എങ്ങനെയാണ് അത് ആഹാര സമ്പാദനം നടത്തുന്നത്? ചെറിയ കുഴൽ ആകൃതിയിൽ നീണ്ട് വളഞ്ഞ കൊക്കുള്ളത് കൊണ്ട് എന്താണ്? അതിന് തേൻ കുടിക്കാനൊക്കെ പറ്റൂലേ. വായുവിൽ പറന്നു നിൽക്കാൻ കഴിയുന്നു. അതിങ്ങനെ ഒരുപാട് നേരം വായുവിൽ ഇങ്ങനെ പറന്നു നിൽക്കാൻ എന്തിനു കഴിയും? കുരുവിക്ക് കഴിയും. ഇങ്ങനത്തെ ശാരീരിക പ്രത്യേകതകൾ കൊണ്ടാണ് അത് ആഹാരം സമ്പാദിക്കുന്നത്. ഒരുപാട് നേരം ഇങ്ങനെ വായുവിലൊക്കെ നിന്ന് പൂവിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒരുപാട് നേരം നിന്നിട്ട് എന്തിരിക്കും? അതിന് തേൻ കുടിക്കാനൊക്കെ പറ്റും അല്ലേ. അതാണ് തേൻകുരുവിയുടെ ശാരീരിക പ്രത്യേകത. താമരക്കോഴിയുടെ ആഹാര സമ്പാദനം എളുപ്പമാക്കുന്ന ശാരീരിക പ്രത്യേകത താമരക്കോഴി എങ്ങനെയാണ് ആഹാരം സമ്പാദിക്കുന്നത്? അതിന് നീണ്ട വിരലുകളുണ്ട്. ഒരു ശാരീരിക പ്രത്യേകത കൊണ്ടാണ് അത് ആഹാര സമ്പാദനം എളുപ്പമാക്കുന്നത്. എന്താണ്? താമരക്കോഴിക്ക് നീണ്ട വിരലുകളുണ്ട്. അപ്പം അതെന്താണ്? അതിന് ആഹാര സമ്പാദനം എളുപ്പമാക്കുന്നു. 9ാമത്തെ ചോദ്യം, ഏറ്റവും നീളം കൂടിയ വിരലുകളുള്ള പക്ഷി. ഏറ്റവും നീളം കൂടിയ വിരലുകളുള്ള പക്ഷി ആരാണ്? താമരക്കോഴിയാണല്ലേ. നീളം കൂടിയ വിരലുള്ളത് കൊണ്ടാണ് ആഹാര സമ്പാദനം അത് എളുപ്പമാക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ, കഴിഞ്ഞ ചോദ്യത്തിൽ പഠിച്ചു. ഇനി അടുത്ത ചോദ്യം എന്താണ്? മോതിരത്തത്തയുടെ ശാരീരിക പ്രത്യേകതകൾ മോതിരത്തത്തയുടെ ശാരീരിക പ്രത്യേകതകൾ എന്താണ്? മുന്നിലേക്കും പിന്നിലേക്കും വിരലുകളുണ്ട്. പിന്നെയോ കൂർത്ത് വളഞ്ഞ നഖങ്ങൾ. അതാണ് മോതിരത്തത്തയുടെ ശാരീരിക പ്രത്യേകതകൾ. എന്താണ്? മുന്നിലേക്കും പിന്നിലേക്കും വിരലുകൾ, പിന്നെയോ കൂർത്ത് വളഞ്ഞ നഖങ്ങൾ. പക്ഷികൾ സസ്യവൈവിധ്യം നിലനിർത്തുന്നത് എങ്ങനെയാണ്? വിത്തു വിതരണം വഴിയാണ് പക്ഷികൾ സസ്യവൈവിധ്യം നിലനിർത്തുന്നത്. ഇരപിടിയന്മാരായ പക്ഷികളേവ? ആരൊക്കെയാണ്? മൂങ്ങ, പരുന്ത്, കഴുകൻ അല്ലേ. ഇവരൊക്കെയാണ് ഇര പിടിക്കുന്നത് അല്ലേ. കോഴിക്കുഞ്ഞുങ്ങളൊക്കെ പരുന്തും കഴുകനൊക്കെ റാഞ്ചി എടുത്തുകൊണ്ട് പോവില്ലേ. എലി അങ്ങനെയുള്ള ജന്തുക്കളൊക്കെ ഇര പിടിക്കും?
പരുന്ത്, കഴുകൻ, മൂങ്ങ എന്നിവയുള്ളവരൊക്കെ ഇര പിടിച്ച് കഴിക്കൂലേ. വംശനാശ ഭീഷണി നേരിടുന്ന ഏത് പക്ഷിയെ സംരക്ഷിക്കാനാണ് വനം വകുപ്പ് കൂടൊരുക്കുന്നത്? വംശനാശ ഭീഷണി നേരിടുന്ന ഒരു പക്ഷിയെ സംരക്ഷിക്കാൻ വേണ്ടി വനം വകുപ്പ് ഒരു കൂടൊരുക്കുന്നുണ്ട്. അത് ഏത് പക്ഷിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്? അങ്ങാടിക്കുരുവി എന്ന് പറയുന്ന പക്ഷിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വനം വകുപ്പ് കൂടൊരുക്കുന്നത് അല്ലേ. അങ്ങാടിക്കുരുവി എന്താണ്? വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന പക്ഷിയാണ്. 14ാമത്തെ ചോദ്യം എന്താണ്? മാംസത്തിനു വേണ്ടി വളർത്തുന്ന പക്ഷികളേവ? മാംസത്തിനു വേണ്ടി വളർത്തുന്ന പക്ഷികളേവ? ഏതൊക്കെ പക്ഷികളെയാണ് മാംസത്തിനു വേണ്ടി വളർത്തുന്നത്? താറാവ്, കോഴി, കാട എന്നീ പക്ഷികളെയാണ് മാംസത്തിന് വേണ്ടി വളർത്തുന്നത് അല്ലേ. ഇവരെ കോഴി, താറാവ്, കാട എന്നീ പക്ഷികളുടെ മാംസം നമ്മൾ ഭക്ഷിക്കാറുണ്ടല്ലേ, നമ്മൾ കഴിക്കാറുണ്ടല്ലേ. 15ാമത്തെ ചോദ്യം എന്താണ്? വിനോദത്തിനായി വളർത്തുന്ന പക്ഷികളേവ? നമ്മൾ വീട്ടിൽ ഒരു പ്ലഷറിന് വേണ്ടി, വിനോദത്തിന് വേണ്ടി വളർത്തുന്ന പക്ഷികൾ ഏതൊക്കെയാണ്? തത്ത, മൈന, ലവ് ബേർഡ്സ് എന്നിവയൊക്കെ എന്താണ്? നമ്മൾ വിനോദത്തിനായി വേണ്ടി വളർത്തുന്ന പക്ഷികളാണ്. നമ്മൾ നേരത്തെ മാംസത്തിന് വേണ്ടി വളർത്തുന്ന പക്ഷികളെ പരിചയപ്പെട്ടൂലേ, അതുപോലെ വിനോദത്തിനായി വളർത്തുന്ന പക്ഷികളെ പരിചയപ്പെട്ടു. ഇനി എന്താണ്? മുട്ടയ്ക്ക് വേണ്ടി വളർത്തുന്ന പക്ഷികളേവ? മുട്ടയ്ക്കായി വളർത്തുന്ന പക്ഷികളേവ? ആരൊക്കെയാണ്? കോഴി, കാട, താറാവ് എന്നീ പക്ഷികളുടെ മുട്ടകൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ പക്ഷികളെ വളർത്തുന്നത്. ആരൊക്കെയാണ്? കോഴി, കാട, താറാവ്. ഇവരെന്തിനാണ് നമ്മൾ വളർത്തുന്നത്? ഇവരുടെ മുട്ടയ്ക്കായിട്ടാണല്ലേ. അപ്പോൾ നമ്മൾ മാംസ്യത്തിന് വേണ്ടി വളർത്തുന്ന പക്ഷികളെ പഠിച്ചു. ആരൊക്കെയായിരുന്നു? താറാവ്, കോഴി, കാട. വിനോദത്തിനായി വളർത്തുന്ന പക്ഷികളെ പഠിച്ചു. ആരൊക്കെയായിരുന്നു? തത്ത, മൈന, ലവ് ബേർഡ്സ്. ഇനിയോ മുട്ടയ്ക്കായി വളർത്തുന്ന പക്ഷികളെ പഠിച്ചു. ആരൊക്കെയാണ്? കോഴി, കാട, താറാവ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ EVSലെ 4ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള പക്ഷികളുടെ കൗതുക ലോകം എന്നതിൽ നമുക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങളും. അപ്പോൾ എല്ലാവരും നല്ല പോലെ പഠിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.